നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഒരിക്കൽ ദയക്കുണ്ടായ ദുരനുഭവം ആയുധമാക്കാൻ നോക്കിയവനാ വിനയൻ. ഇതും മുതലെടുക്കുന്ന ഉറപ്പാ. അതിനു മുമ്പ് ആ ഫോൺ എങ്ങനെയെങ്കിലും പിടിച്ചു വാങ്ങിയേ പറ്റൂ. അല്ല, മഞ്ചാരിയുടെ കാര്യത്തിൽ നിനക്കെന്തോ ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അവളെപ്പോഴും ആ ജീവൻ രാജനെ വിശ്വസിച്ച് നടക്കുകയല്ലേ? അത് മാത്രമല്ല രഘുവേട്ട, അവളുടെ ആ റൂംമേറ്റും ജീവൻരാജും ഒക്കെ ഒറ്റ കമ്പനിയാണെന്നാ തോന്നുന്നത്. സീനിയേഴ്സുമായിട്ട് ഇത്തരം സൗഹൃദം അപകടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടും അവൾക്ക് അത് മനസ്സിലാവുന്നേയില്ല. എന്താ രണ്ടാളും കൂടി ഒരു രഹസ്യം പറിച്ചില്? വീടിന്റെ അകത്ത് സ്ഥലമില്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ പുറത്തു വന്നിരിക്കുന്നത്? അതോ ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്യരുതെന്ന് കരുതിയിട്ടാണോ? എന്റെ ചേച്ചി, ഇവിടെ ഞങ്ങൾ ചീരുവിന്റെ കാര്യം സംസാരിക്കായിരുന്നു. അപ്പോഴത്തെ ഒരു ആവേശത്തിന് അവളെ കൊണ്ടുവിട്ടെങ്കിലും ഇപ്പൊ ആലോചിക്കുമ്പോ ഒരു ടെൻഷൻ പോലെ. ശരി, ഞാൻ കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വാ വാരി കേട്ടാ. രവി ടെൻഷൻ ആവാതിരിക്കെ. ഹർഷയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല ഇന്ദ്ര. വീഴ്ചയില് ഹർഷയുടെ തലയ്ക്ക് എന്തെങ്കിലും പറ്റിക്കാണോ? അതുകൊണ്ടല്ലേ ഡോക്ടറൊന്നും പറയാത്തത്? ഏയ്, അങ്ങനൊന്നും സംഭവിക്കില്ല. രവി വെറുതെ ആലോചിച്ചു കൂട്ടുന്നതൊക്കെ. അല്ല ഇന്ദ്ര, ഞാൻ കാരണമല്ലേ ഹർഷയ്ക്കിപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അത് രവി അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ. ഒരു കയ്യബദ്ധം പറ്റിയതല്ലേ? അതെ, പക്ഷേ ഏതായാലും സമാധാനമായിട്ടിരിക്കെ. ഡോക്ടർ വരുമ്പോ കാര്യം അറിയാലോ. ഡോക്ടർ, ഹർഷ പേടിക്കാനൊന്നുമില്ല. ഹർഷയ്ക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട്. പിന്നൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഹർഷ പ്രഗ്നന്റാ. കൺഗ്രാറ്റ്സ്. അയ്യോ ഡോക്ടർ, ഞാനല്ല. ഇതാ ഹർഷയുടെ ഹസ്ബൻഡ് രവി. ഓ സോറി. കൺഗ്രാറ്റ്സ് രവി. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. ഡോക്ടർ, എനിക്ക് ഹർഷയൊന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ, പോയി കണ്ടോളൂ. ഇന്ദ്ര, എന്റെ ജീവിതത്തിലും ഏറ്റവും സന്തോഷമുള്ള ദിവസം ഇന്ന്. ഇങ്ങനെയൊരു വാർത്ത കേൾക്കാൻ എത്ര കാലമായി ഞാൻ കാത്തിരിക്കുന്നു. ഏതായാലും നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടല്ലോ. രവി പോയി ഹർഷയെ കണ്ട് സംസാരിക്കേ. ഇന്ദ്രൻ കൂടി വാ. അയ്യോ, അത് വേണ്ട. ഇത് നിങ്ങളുടെ സമയ. രവി പോയി ഹർഷയെ കാണ്. ചെല്ല്, ഞാൻ ഇവിടെ ഉണ്ടാവും. ശരി, എങ്കിൽ ഞാൻ അവളെ ഒന്ന് ചെന്ന് കാണട്ടെ. ചെല്ല്.
ഹർഷേ ഹർഷേ സോറി ഹർഷ, മനഃപൂർവ്വമല്ല. അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് അങ്ങനെ സംഭവിച്ചു പോയതാ. നീ വീഴുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. സോറി. അതൊന്നും സാരമില്ല രവിയേട്ട. ആ ഒരു വീഴ്ചയിൽ നിന്ന് വലിയ പ്രതീക്ഷയിലേക്കും സന്തോഷത്തിലേക്കും അല്ലേ ഞാൻ കണ്ണു തുറന്നത്. ഡോക്ടർ പറഞ്ഞില്ലേ രവിയേട്ടനോട്? പറഞ്ഞു. ഒരുപാട് സന്തോഷിക്കേണ്ട സമയ. പക്ഷേ ഡോക്ടർ എല്ലാ രീതിയിലും കൺഫേം ചെയ്തിട്ട് തന്നെയല്ലേ പറഞ്ഞത്? അതെന്താ രവിയേട്ടനൊരു സംശയം പോലെ? ഡോക്ടർ കൺഫേം ചെയ്യാതെ പറയൂ രവിയേട്ട. കുറച്ച് ദിവസമായി എനിക്ക് ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. 2 ദിവസം കൂടി നോക്കിയിട്ട് രവിയേട്ടനോട് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. രവിയേട്ടൻ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ട് ഹർഷ. നീ പറഞ്ഞ പിന്നെ എന്താ? ദൈവം നമ്മുടെ പ്രാർത്ഥന ഇത്രയും വേഗം കേൾക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ദൈവത്തിനറിയാം. ഇനിയെങ്കിലും ഒരു കുഞ്ഞിനെ തന്നെ എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിൽ രവിയേട്ടൻ എന്നെ ഉപേക്ഷിച്ചു പോകുമെന്ന്. നമുക്കിടയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇതായിരുന്നില്ലേ രവിയേട്ട? രവിയേട്ടന്റെ ദേഷ്യത്തിനും അസംതൃപ്തിക്കും ഒക്കെ കാരണം ഒരു കുഞ്ഞ് ജനിക്കാത്തതിന്റെയാണെന്ന് എനിക്കറിയാം. ഒരുപാട് പണം മുടക്കി നമ്മുടെ ട്രീറ്റ്മെന്റ് എടുത്തതുപോലും വെറുതെ ആയിന്ന് ഇടയ്ക്ക് രവിയേട്ടന് തോന്നിയില്ലേ? മദ്യപിക്കുന്ന സമയത്ത് ബന്ധം ഉപേക്ഷിച്ച് 2 ആൾക്കും 2 വഴിക്ക് പിരിഞ്ഞു പോവാന്ന് പോലും രവിയേട്ടൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്.